അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള നാസയുടെ ബോയിംഗ് സ്റ്റാർ ലൈനർ ബഹിരാകാശ പേടകത്തിന്റെ യാത്ര അവസാന നിമിഷം മാറ്റി. ഓക്സിജൻ വാൽവിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം. ഇന്ത്യൻ വംശജയായ സുനിത എൽ വില്യംസിന്റെ മൂന്നാം ബഹിരാകാശ ദൗത്യമായിരുന്നു ഇത്. വിശദാംശങ്ങളുമായി മധു കൊട്ടാരക്കരയാണ് ചേരുന്നത് ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഗുഡ് ഈവനിങ് ദർ. ഗുഡ് മോർണിംഗ് ആണ് ഇവിടെ. എന്തായാലും ഉറങ്ങാൻ സമയത്താണ് വിളിച്ചുണർത്തി ഇവിടെ നിർത്തിയേക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്താണ് സംഭവിച്ചത്? സാങ്കേതിക തകരാറാണല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഹാഷ്മി. അമേരിക്കയും നാസയും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ് അവസാന നിമിഷം സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെക്കേണ്ടി വന്നത്. അവസാന മണിക്കൂറിൽ ഈ പേടകവുമായി പറന്നുയരേണ്ടിയിരുന്ന അറ്റ്ലസ് വി റോക്കറ്റിന്റെ ഓക്സിജൻ വാൽവിൽ കണ്ടെത്തിയ ഒരു തകരാറിനെ തുടർന്നാണ് യാത്ര നാളത്തേക്കാക്കിയത്. അന്താരാഷ്ട്ര സ്പേസ് സെന്ററിലേക്കുള്ള ബോയിങ്ങിന്റെ ഈ സ്റ്റാർലൈനർ പേടകത്തിൽ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ബുച്ച് വിൽമോറും എത്തിയതിനു ശേഷമാണ് ഈ തീരുമാനം മാറ്റേണ്ടി വന്നത്. സ്പേസ് എക്സിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ബോയിങ് ഡിസൈൻ ചെയ്ത ഈ സ്റ്റാർലൈനർ ഫ്ലോറിഡയിലെ കേപ്പ് കാർണിവൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്നായിരുന്നു പറന്നുയരുവാൻ തീരുമാനിച്ചിരുന്നത്. നാസയുടെയും റഷ്യയുടെയും ബഹിരാകാശ ദൗത്യങ്ങളുടെയൊക്കെ ഭാഗമായി ഇതിനു മുമ്പ് 2 പ്രാവശ്യം വിജയകരമായി ബഹിരാകാശ യാത്ര നടത്തിയിട്ടുള്ളവരാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും. ഈ ഒരു യാത്ര വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ 6ാം തവണയാകും അമേരിക്ക ബഹിരാകാശത്ത് മനുഷ്യരെ എത്തിക്കുന്നത് എന്നുള്ള നേട്ടം സ്വന്തമാക്കുക. നാളെ കാര്യങ്ങൾ നാസയും ബോയിങ്ങും കണക്ക് കൂട്ടുന്നത് പോലെ നടക്കുകയാണെങ്കിൽ ഭ്രമണപഥത്തിൽ പേടകം എത്തുന്നതോടെ അറ്റ്ലസ് വി റോക്കറ്റ് പേടകത്തിൽ നിന്ന് വേർപെടുകയും പിന്നീട് സ്വന്തം എഞ്ചിന്റെ സഹായത്താൽ ഈ പേടകം യാത്ര തുടരുകയും ചെയ്യും. ഏകദേശം 24 മണിക്കൂറിന് ശേഷം അന്താരാഷ്ട്ര സ്പേസ് സെന്ററിനെ ലക്ഷ്യം വെച്ച് നീങ്ങി തുടങ്ങുന്ന ഈ പേടകം ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നിലയത്തിൽ ഇപ്പോഴുള്ള 7 പേരുമായിട്ടായിരിക്കും സുനിതയും വിൽമോറും ഏകദേശം ഒരാഴ്ചയോളം ചെലവഴിക്കുന്നത്. അതിനുശേഷം ഇതേ സ്റ്റാർലൈനർ പേടകത്തിൽ തന്നെ ഭൂമിയിലേക്ക് മടങ്ങും. അമേരിക്കയിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു സ്ഥലത്ത് പാരച്യൂട്ടിലായിരിക്കും ഈ ഇരുവരും ലാൻഡ് ചെയ്യുക. ഹാഷ്മി, ക്രിസ്റ്റീന. ശരി, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ നൽകിയത് ന്യൂജേഴ്സിയിൽ നിന്ന്.